വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ ലിവർപൂൾ ഫാൻസിന്റെ മനസ്സിൽ ലഡു പൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആർസനൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഗ്യാപ്പ് 10 പോയിന്റിലേക്ക് വന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസനൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ലിവർപൂൾ കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ തോക്കണം, ആർസനൽ കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങളിൽ ജയിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഫോമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ റെയർ ചാൻസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടോപ്പ് 4-ൽ ഏതൊക്കെ ടീമുകൾ ഫിനിഷ് ചെയ്യും, റെലിഗേഷൻ ഫൈറ്റിൽ എന്താണ് നടക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 3 സ്പോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ടൈറ്റിൽ ലിവർപൂൾ കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യത. തൊട്ടു പിറകിൽ ആർസനൽ ഉണ്ടാവും. ഇപ്പോൾ പെപ്പിൻ്റെ എക്സ്പീരിയൻസും അവർ ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ നിന്നും അതുകൂടാതെ UCL നിന്നൊക്കെ പുറത്തു പോയത് കൊണ്ട് 1 വീക്കിൽ ഒരു മത്സരങ്ങൾ മാത്രമേ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ ഫുൾ ഫോഴ്സിൽ അവസാനത്തെ 10 മത്സരം കളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ടോപ്പ് 4 തന്നെ നിൽക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. എന്നാൽ 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു കിടിലം ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ടോപ്പ് 10-ൽ നിൽക്കുന്ന ആസ്റ്റൺ വില്ലയും ടോപ്പ് 4-ൽ നിൽക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ 5 പോയിന്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു മത്സരം തോറ്റ് അടുത്ത മത്സരം ഡ്രോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടീമിന് വേണമെങ്കിലും ടോപ്പ് 4-ലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ചിലപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ബോർൺമൗത്തും ഒക്കെ അവസാന ലാപ്പിൽ പിറകോട്ട് പോകാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാനൊരു 3 ടീമിനാണ് ചാൻസ് കൊടുക്കുന്നത്. ഇവിടെ ഉനൈ എംറി എന്നുള്ള മാനേജർക്ക് ഞാൻ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് കൊടുക്കുന്നുണ്ട്. മരസ്കയുടെ ചെൽസി സൈഡിന് ടോപ്പ് 4-ലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ന്യൂകാസിലാണ്. ഈ 3 ടീമുകളിൽ ഒരു ടീം 4ാമത്തെ സ്പോട്ടിലേക്ക് എത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ EPL പല മത്സരങ്ങളും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം അവസാന ലാപ്പിൽ ടൈറ്റ് മത്സരങ്ങളൊക്കെ വരാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. ഇപ്പം ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞിട്ട് പല ആൾക്കാരും തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ കഴിഞ്ഞ 5 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 പരാജയം, 1 സമനില, 1 വിജയം. അവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചെൽസി കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ചെൽസിയും ഒരേ പാത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ന്യൂകാസിലും സിമിലർ ബോട്ടിലാണ്. ബോർൺമൗത്തിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല. ബ്രൈറ്റൺ പതുക്കെ ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവരൊക്കെ ചെറിയ ചെറിയ വീക്ക്നെസ്സുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ റെലിഗേഷൻ ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്സ്വിച്ച്, ലെസ്റ്റർ സിറ്റി ആൻഡ് സൗത്താംപ്ടന്റെ കാര്യം ഏതാണ്ട് അപകട നിലയിലാണ്. 9 പോയിന്റുകൾ മാത്രമേ സൗത്താംപ്ടന്റെ കയ്യിലുള്ളൂ. കഴിഞ്ഞ ഒരു 5 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാച്ച് മാത്രമേ സൗത്താംപ്ടന് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പം മറ്റു 2 ടീമുകളും 17 പോയിന്റോടെ തൊട്ടു പിറകിൽ തന്നെ ഉണ്ട്. ഇവിടെ ലെസ്റ്ററിന്റെ കാര്യം നമുക്കറിയാം. അവർ നിശ്ചൽ റൂയിയെ കോച്ചായിട്ടൊക്കെ കൊണ്ടുവന്നു. പക്ഷേ പുള്ളിക്ക് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എവർട്ടന്റെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഡേവിഡ് മോയിസ് വന്നതിന് ശേഷം അവർ 10 പോയിന്റിന്റെ ഗ്യാപ്പിലേക്ക് റെലിഗേഷൻ ഫൈറ്റ് നിന്ന് കൊണ്ടുപോകാൻ മോയിസിന്റെ ടീമിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മൾ മാനേജർ ബൗൺസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. പക്ഷേ പുള്ളിയുടെ കോച്ചിങ് ടാക്ടിക്സ് നല്ല രീതിയിൽ തന്നെ എവർട്ടനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അവർ നെക്സ്റ്റ് സീസൺ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇവിടെ 17th പ്ലേസുള്ള വോൾസ് മാത്രമാണ് ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള പൊസിഷൻ ഉള്ളത്. കാരണം വോൾസും എവർട്ടണുമായിട്ട് 10 പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ 17ാം സ്ഥാനത്തുള്ള വോൾസിന് 22 പോയിന്റുകളാണ്. എന്നാൽ 16ാം സ്ഥാനത്തുള്ള എവർട്ടൺ 32 പോയിന്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 പോയിന്റിന്റെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധം സേഫ് ആയിട്ട് എവർട്ടന് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാൽ വോൾസിന് വേണമെങ്കിൽ തിരിച്ച് റെലിഗേഷൻ ഫൈറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മത്സരങ്ങൾ തോൽക്കുകയാണെങ്കിൽ ഇപ്സ്വിച്ചിനോ ലെസ്റ്ററിനോ ആ ഒരു പൊസിഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്.
ലെസ്റ്ററിന്റെ കാര്യത്തെ പോലെ ഇപ്സ്വിച്ച് വളരെ പ്രതീക്ഷയോടെ പ്രീമിയർ ലീഗിൽ വന്നിട്ടുള്ള ഒരു ടീമാണ്. കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു പോയിന്റിനായിട്ട് അവർ പൊരുതി നോക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു 3-2 ലീഡോടെ യുണൈറ്റഡ് വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ലെസ്റ്ററും സൗത്താംപ്ടണും ഇപ്സ്വിച്ച് തന്നെയാണ് റെലിഗേഷനിൽ പുറത്തു പോകാനുള്ള കൂടുതൽ സാധ്യത. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.